അനാവശ്യമായി പ്രകോപിപ്പിച്ചാൽ വൻ പ്രത്യാഘാതം നേരിടേണ്ടി വരും. കോൺഗ്രസുകാർക്ക് പരാതി നൽകുകയോ നിയമ നടപടി സ്വീകരിക്കുകയോ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ സുരേഷ് ബാബു ഒടുവിൽ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. ഷാഫിയെ കരിവാരി തേച്ചതിനെതിരെ പരാതി ഉയർന്നു വരുമെന്ന് സുരേഷ് ബാബു അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ആലത്തൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പ്രമോദും പോലീസിൽ സുരേഷിനെതിരെ പരാതി നൽകി. സുരേഷ് ബാബു നടത്തിയത് ആരോപണമല്ല, അധിക്ഷേപമാണ്. നിയമ നടപടിയെക്കുറിച്ച് ആലോചിക്കുമെന്ന് മുന്നേ ഷാഫി സൂചിപ്പിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് തന്നെയാകും ഇത്. CPIMന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സുരേഷ് ബാബുവിന്റെ അധിക്ഷേപങ്ങളിൽ കക്ഷി ചേരാനില്ലെന്ന് CPIM മുതിർന്ന നേതാവ് AK ബാലൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിട്ടോട്ടെ എന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. തനിക്ക് എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ താൻ ഉന്നയിക്കുമല്ലോ എന്നും നിലവിലെ ആരോപണങ്ങൾ അവർ തമ്മിൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞാണ് ബാലൻ കൈയൊഴിഞ്ഞത്. എന്തായാലും കഴിഞ്ഞ ദിനം ഷാഫി പറഞ്ഞ പോലെ CPM തെരഞ്ഞെടുപ്പ് തന്ത്രമായി സ്വീകരിക്കുന്നത് സ്ത്രീ വിഷയമാണോ എന്നാണ് സംശയം. അതുകൊണ്ടാവാം ഒന്നിനു പുറകെ ഒന്നായി സ്ത്രീ വിഷയങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കുന്നതിന് പിന്നിലും. പക്ഷേ ഇക്കാര്യത്തിൽ സുരേഷ് ബാബുവിന് കുടപിടിക്കാൻ CPMൽ നിന്ന് ആരും വന്നിട്ടില്ല. അത് അദ്ദേഹത്തെ തളർത്തിയിട്ടുമുണ്ട്. ഒരു ചെറിയ കനൽ എരിച്ച് എരുതിയാക്കാനുള്ള ശ്രമം എന്തായാലും വെറുതെയായി. സുരേഷ് ബാബുവിനെതിരെ കേസിൽ നിയമോപദേശമൊക്കെ തേടിയിട്ട് പിണറായി പോലീസ് വേണ്ടത് ചെയ്യുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.